ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഉച്ചത്തെ ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒന്നാണ് കാര ചട്നി. നല്ലൊരു കാര ചട്നി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കാര ചട്നി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം മാത്രം ഇതുപോലെ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം ചേർക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടി. മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർക്കരുത്, ഒരേ ഒരു ടീസ്പൂൺ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഇനി കൂടെ വേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലൈറ്റായിട്ട് ഇതിൻ്റെ കളർ മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും, ഒരുപാട് സമയത്ത് വറുക്കണ്ട. ഇതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 7 പീസ് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നതോറും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ ഉള്ളിയും കൂടി. ഇതുപോലെ 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. സവാളയിൽ തയ്യാറാക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളിയിൽ തയ്യാറാക്കുമ്പോഴാണ് എപ്പോഴും ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇത് രണ്ടും വയ്ക്കാൻ ഞാനിലേക്ക് കൂടെ പിന്നെ വേണ്ടതാണ് വറ്റൽമുളകും കൂടി. വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു 4-5 വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കൂടുതൽ മുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളും വറ്റൽമുളകായി തന്നെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങണം. ആ സമയം വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ സൈഡ് ഡിഷായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉച്ചയ്ക്കും ഒക്കെ നമ്മൾ ഒരുപാട് ചട്നിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ കാര ചട്നി കിട്ടുന്നത്. എന്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെടുന്ന ഒരു ചട്നി തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ പുറം ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമേ അതിൻ്റെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതുപോലെ കുറച്ച് സമയം കൂടി ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 തക്കാളിയും കൂടിയാണ്. അപ്പോൾ മീഡിയം സൈസിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരളവിൽ പുളിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. തക്കാളിക്ക് ഇനിയിപ്പോൾ നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ല പുളി കുറഞ്ഞ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൂടെ പിന്നെ വേണ്ടതാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി. ഞാനിപ്പോൾ ഒരളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി കുറയ്ക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റും അതുപോലെ തന്നെ തക്കാളി എല്ലാം ലൈറ്റായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ചെറിയ ചൂടിൽ മാത്രമേ മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാൻ പാടുള്ളൂ.
ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ കുറച്ച് മാത്രം, ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ഈ കാര ചട്നി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യമാണ്, നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത അതേ കടായിലേക്ക് തന്നെ വീണ്ടും കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയം നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, സാമ്പാർ കായം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചട്നി കൂടി ചേർക്കാം. നമ്മുടെ ഈ ചട്നി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടൊക്കെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ കാര ചട്നി എപ്പോഴും നല്ല കട്ടിക്കിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി കൂടുതൽ എണ്ണ ചേർക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കൂടുതൽ ചേർക്കുന്നതോറും ഇത് കുറച്ച് ദിവസം കൂടുതൽ കേടാകാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അധികം എണ്ണ ചേർക്കുന്നില്ല. നമ്മുടെ ഈ ചട്നിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരല്പം മാത്രം ശർക്കരയും കൂടി. അപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. ആ എരിവും അതുപോലെ തന്നെ നല്ല പുളിയുണ്ട്. ആ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ശർക്കരയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ദോശയാണെന്നുണ്ടെങ്കിലും ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെമൺ റൈസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും അത് വായിക്കുമ്പോഴാണ് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.